നമസ്കാരം. നമുക്കെല്ലാവർക്കും ഒരു ചൈനീസ് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സാധനമാണ്, ഭയങ്കര വലിയ ടാസ്ക്കാണ് അങ്ങനെയൊക്കെ. പക്ഷെ അത്രയും വലിയ ടാസ്ക് ഒന്നും ഇല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊന്ന് ശരിക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒത്തുപിടിച്ചാ നല്ല അടിപൊളിയായിട്ട് ചില വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനുള്ള ചില പുളിക്കൈകൾ ചേട്ടൻ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ ആൻഡ് കോൺഫ്ലവർ ആണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് അണിയൻസിന്റെ വൈറ്റ്സ് ആൻഡ് ജിഞ്ചർ ഗാർലിക്, സ്ലൈസ് ചെയ്ത ജിഞ്ചർ, സ്റ്റോപ്പ് ചെയ്ത ഗാർലിക്, കുറച്ച് സ്പ്രിംഗ് അണിയൻ ഗ്രീൻസ്, മുട്ട ആൻഡ് അറൌണ്ട് 300 grams ചിക്കൻ. ഇതിലേക്ക് ഈ പൊടികൾ, ദാറ്റ് ഈസ് ഉപ്പ്, കുരുമുളക്, കോൺഫ്ലവർ, ബേക്കിംഗ് സോഡ, ഒരു മുട്ടയും കൂടി ചേർത്ത് അങ്ങോട്ട് കുഴച്ചുകൊണ്ട് മാറ്റി വെക്കുക. ഇതിന് തീ അങ്ങോട്ട് ഓണാക്കുക, ഓയിൽ ഒഴിക്കുക, ചൂടാക്കിയതിന് ശേഷം ഈ 2-3 മുട്ട എന്തെങ്കിലും ഇട്ടിട്ട് അതങ്ങോട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ടായിരിക്കും ഈ ചിക്കൻ അങ്ങോട്ട് ഇടുക. ചിക്കൻ ഇട്ടിട്ട് അതങ്ങോട്ട് ഒന്ന് സോഫ്റ്റായി അങ്ങനെ വരുമ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഈ ചിക്കനിലേക്ക് ബേക്കിംഗ് സോഡ ഇടാൻ കാരണം അതിങ്ങനെ സോഫ്റ്റായി കിട്ടാനാണ്, ഒരു പ്രത്യേക ടെക്സ്ചർ കിട്ടും. പിന്നെ അതിലേക്ക് ഈ സ്പ്രിംഗ് അണിയൻ, ജിഞ്ചർ ആൻഡ് ഗാർലിക് ഒക്കെ ഇട്ട് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഒന്ന് സോട്ടേ ചെയ്തൊരു പരുവാകുമ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച, സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച ആ മുട്ട എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇടുക. പിന്നെ ഈ നൂഡിൽസ് കണ്ടോ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത്, അത് ഈ പുഴുങ്ങിയ നൂഡിൽസ്, ദാറ്റ് ഈസ് പുഴുങ്ങി വെന്ത നൂഡിൽസ്. അത് നന്നായി തണുത്ത വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താണ്, അതുകൊണ്ടാണ് അതിങ്ങനെ ഒട്ടാണ്ട് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അത് ഒട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഒട്ടാണ്ടിരിക്കാനായിട്ട് പുഴുങ്ങിയപ്പോൾ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ അതിനൊന്ന് റിൻസ് ചെയ്തെടുക്കുക. ആൻഡ് ഓഫ് കോഴ്സ് അതിലേക്ക് നമ്മൾ ആ ചിക്കനും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് സോയ സോസ്, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ കുറച്ച് ഓയിസ്റ്റർ സോസ് അത് ഒഴിക്കുന്നുണ്ടാവും, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ഓയിസ്റ്റർ സോസ് അങ്ങോട്ട് ഇടുക. നല്ല ഫ്ലേവർ ഇത് കിട്ടും. പിന്നെ ഇതിലേക്ക് ഇതൊക്കെ ഇടുന്നതുകൊണ്ട് പിന്നെ MSG, അജിനോമോട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നല്ല ഇളക്കി കൊടുക്കുക. വേറെ വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് ആണ് ഈ സ്പ്രിംഗ് അണിയൻസിൻ്റെ ഗ്രീൻസ് എടുത്ത് അങ്ങോട്ട് ടോപ്പ് ഓഫ് ചെയ്യുക. സംഭവം റെഡി ആയിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് സെർവ് ചെയ്ത് എൻജോയ് ചെയ്യാം. ഓക്കെ, അത് നോക്കൂ, സാധനം റെഡി ഉണ്ട്. അപ്പോൾ കാണാൻ ലുക്കൊക്കെ ഉണ്ട്, ലുക്ക് മാത്രം പോരല്ലോ, ടേസ്റ്റും വേണ്ടേ. അടിപൊളി സാധനം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ആരും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയും ചിലവാക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതൽ റെസിപ്പീസ് നമുക്ക് ചേട്ടൻ കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.